ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. ഒരു നാടൻ വിഭവമാണ്. വീട്ടിൽ കുറച്ചധികം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളവെടുക്കാറായി. രണ്ടാമത്തെ പ്രാവശ്യമാണിത് വിളവെടുക്കുന്നത്. അപ്പോൾ നല്ല വിളഞ്ഞിട്ടുള്ള പാവയ്ക്ക തോരന് വേണ്ടി എടുക്കുന്ന ദൃശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഇത്രയും മതിയാകും. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാൻ പോകാം. പാവയ്ക്കയും സവാളയും നമ്മൾ തോരനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി അടുപ്പത്ത് ഒരു പാത്രം വയ്ക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണയൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവണം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കുക. നമുക്കിനി ഇതൊന്ന് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. എണ്ണയുടെ അളവ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക. കൂടെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ പാവയ്ക്കയുടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട് പാവയ്ക്ക നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അരപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് വേകണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഞങ്ങളുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് ഒന്ന് എടുത്ത് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായിരിക്കുന്നു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.